സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ഒറ്റപ്പാലം വാണിയംകുളത്ത് അനധികൃതമായി 7 ഏക്കറോളം കുന്നിടിച്ച് നിരത്തുന്നതായി പരാതി. വാണിയംകുളം ടൗണിനോട് ചേർന്നുള്ള ബംഗ്ലാംകുന്നാണ് മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിരപ്പാക്കുന്നത്. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ വാണിയംകുളം ടൗണിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള 7 ഏക്കറോളം കുന്നിൻ പ്രദേശമാണ് ഒരു വകുപ്പുകളുടെയും അനുമതിയില്ലാതെ ഇടിച്ചു നിരത്തുന്നത് എന്നാണ് പരാതിയുള്ളത്. കൺവെൻഷൻ സെന്റർ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കുന്നിൻ പ്രദേശം നിരപ്പാക്കുന്നതെന്നാണ് ഉടമസ്ഥരുടെ വാദം. അനുമതിക്കായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് ഉടമസ്ഥർ പറയുന്നത്. എന്നാൽ സ്ഥലം നിരപ്പാക്കാൻ ഒരു വകുപ്പുകളും അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രദേശത്തെ വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. നിരപ്പാക്കി കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. റവന്യൂ അധികാരികൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് റോഡിലൂടെ പോകുമ്പോ ഒന്നും ആർക്കും കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇതായിട്ട് കിടന്നിരുന്നായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ്ട് ഇവര് രഹസ്യമായിട്ട് ഈ പറയപ്പെടുന്ന നിരത്തുന്ന പരിപാടി ഏതാണ്ട് ചെയ്തു. മനസ്സിലായില്ലേ? ഈ കുന്നും തടമായിട്ട് കിടന്ന പ്രദേശങ്ങൾ നിരത്തിയാണ്ട് ചെയ്യും. കുന്നിന് മുകളിലെ വലിയ പാറക്കല്ലുകളും നിരപ്പാക്കിയ മണ്ണും മഴ പെയ്താൽ കുത്തിയൊലിച്ച തങ്ങളുടെ മേൽക്കൂരകൾക്കുമേലെ പതിക്കുമെന്നതാണ് പ്രദേശവാസികളുടെ ആശങ്ക. കുന്നിന് താഴെ കഴിയുന്ന 100 കണക്കിന് കുടുംബങ്ങളാണ് ആശങ്കയുടെ മുൾമുനയിലുള്ളത്. ഇതിന്റെ അടിയിൽ ഒരു 300ഓളം കുടുംബങ്ങൾ ഇതിന്റെ അടിയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 15 ദിവസത്തിന് മുൻപ് തുടങ്ങിയിട്ട് JCB വരുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച ഈ കാടൊക്കെ വെട്ടായിരിക്കും, അതൊരു നല്ല കാര്യമാണല്ലോ, മൃഗങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് അതൊക്കെ വെട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. രാവും പകലും ഇതിൽ പണി തന്നെ ആയിരുന്നു. അപ്പോഴാണ് നോക്കുമ്പോഴാണ് അവരിവിടെ റോഡൊക്കെ എടുത്ത് റോഡൊക്കെ പണിത് ഈ പാറയൊക്കെ പൊട്ടിച്ച് മരങ്ങളൊക്കെ അത്രയും വീഴ്ചെടുത്തിട്ട് ഇവരിപ്പോൾ അവിടെ എന്താ പണിയാൻ പോകണമെന്ന് ഒരു വിവരമില്ല. ഇതിപ്പോൾ പണ്ട് വയനാട് നടന്ന അതേ ദുരന്തം പോലെയാണ് ഇപ്പോൾ വാണിയംകുളത്ത് ഇനിയുള്ള മഴയ്ക്ക് നടക്കാൻ പോണത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങളിതിന് സമ്മതിക്കില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും വകുപ്പ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങളതിനെ എതിർക്കും. ഞങ്ങളിവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ, ഞങ്ങളെ കുട്ടികളും മക്കളൊക്കെ ഉള്ളതാണ്, ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. അതേസമയം പ്രദേശവാസികളുടെ സ്വൈര ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ പ്രൊജക്ട് നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നും ഉടമസ്ഥർ പറഞ്ഞു. ഒരു പ്രൊജക്ട് വരാൻ പോകുന്നത്, ആ പ്രൊജക്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ആ പരിസരവാസികൾക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ഉറപ്പാണത്. ഉണ്ടാവുകയെന്ന് മാത്രമല്ല, ആ പരിസരവാസികൾക്ക് തന്നെ അവിടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് അത് ആ ഭൂമി അതിന്റെ ഓണർ തന്നെ കുറച്ചു കാലമായിട്ട് ആൾ വാങ്ങിച്ചു വെച്ചിട്ടിരിക്കുന്ന ഭൂമിയായിരുന്നു. അത് പുള്ളിക്ക് ഇപ്പോൾ അതിലൊരു പ്രൊജക്ട് ചെയ്യാനായിട്ട് താല്പര്യം വന്നു. അതുകൊണ്ട് പ്രൊജക്ട് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നാട്ടുകാരും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതിനെ പറയാം. ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയില്ലാതെയാണ് പ്രവൃത്തിയെന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് വില്ലേജ് അധികാരികൾ പ്രവൃത്തി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.